ഒരൊറ്റ സിനിമയിൽ രണ്ട് കിഡിലൻ ട്വിസ്റ്റ്. അതായിരുന്നു എസ്.എൻ. സ്വാമി, ഷാജി കൈലാസ്, മമ്മൂക്ക ടീമിന്റെ ദ ട്രൂത്ത് എന്ന സിനിമ. അന്തക്കാലത്ത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു പ്ലോട്ട്. അതായത് ചെറിയൊരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടി വലിയൊരു പൊസിഷനിലുള്ള ഒരാളെ കൊല്ലുക എന്നുള്ള ഒരു എക്സ്ട്രീംലി സ്ട്രേഞ്ച് പ്ലോട്ട്. ഒരു തരത്തിൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം. പിന്നെ ഇതിലെ തിലകന്റെ ക്യാരക്ടർ. ഈ സിനിമ ആദ്യമായി കാണുമ്പോൾ പുള്ളി ജ്യോതിഷം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു എന്നാണ് നമുക്ക് തോന്നുക. പക്ഷെ ഒരു തവണ ഈ സിനിമ മുഴുവൻ കണ്ട് വീണ്ടും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സിനിമയിൽ ഇനി കാണിക്കാൻ പോകുന്ന സംഗതികളാണ് മൂപ്പര് പലയിടങ്ങളിലായി പറഞ്ഞു പോകുന്നതെന്ന്. ദ കില്ലർ വുമൺ ഇസ് എ മാൻ. ഇപ്പോഴും മറക്കാനാവാത്തൊരു ഡയലോഗാണത്. ബൈ ദ വേ, ഇതിലെ മമ്മൂക്കയുടെ ഹെയർ സെറ്റിംഗ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇനി മറ്റൊരു വിഷമകരമായ കാര്യം എന്ന് പറയുന്നത്, ഇതേ എസ്.എൻ. സ്വാമി കാലങ്ങൾക്ക് ശേഷം CBIക്ക് വേണ്ടി ഒരു 5ാം ഭാഗം എഴുതുമ്പോൾ ഈ സിനിമയുടെ സെയിം പ്ലോട്ട് തന്നെയാണല്ലോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ വിഷമം. അതായത് 90കളിലോ അതിനു മുൻപോ ജനിച്ച മലയാളികൾക്ക് മമ്മൂക്കയുടെ CBI കഥാപാത്രം എന്ന് പറയുന്നത് ഒരു നൊസ്റ്റാൾജിയാണ്, അല്ലെങ്കിൽ ഒരു വികാരമാണ്. എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആൾ ഒരിക്കലും ഈ സിനിമകളെ പറ്റിയൊന്നും ഒബ്സസ്ഡായി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ CBI 5ാം ഭാഗം ഇറങ്ങിയ സമയത്ത് അതിലെ മമ്മൂക്കയുടെ ഇൻട്രോ കയ്യൊക്കെ പുറകെ കെട്ടി ആ ഐക്കണിക് ബീജിയമോട് കൂടി നടന്നു വരുന്ന ആ സീൻ പുള്ളിക്കാരി വീഡിയോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു. കൂടെ നൊസ്റ്റാൾജിയെ പറ്റിയുള്ള ഒരു ക്യാപ്ഷൻ. വലിയ മൂവി മാനിയാക്കൊന്നും അല്ലാത്ത ആള് വരെ അത് ചെയ്തു. സോ അതായിരുന്നു മലയാളികൾക്ക് CBI. അതുപോലെ ഒരു ഫ്രാഞ്ചൈസിലെ പുതിയൊരു ഇൻസ്റ്റാൾമെന്റിന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്റെ തന്നെ പഴയൊരു സിനിമയിലെ പ്ലോട്ട് അതേപോലെ കൊണ്ടുവയ്ക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചത് നിർഭാഗ്യകരമായി പോയി.